ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് 5ാമത്തെ ദിവസത്തെ ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് രേണു, അനു, അനീഷുമായിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ ആര്യനും അനുവുമായിട്ടുള്ള ഇഷ്യൂസ്, പിന്നീട് വന്നിട്ട് ഒനിയിലും രണയായിട്ടൊരു ചെറിയ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ തുടക്കത്തിലേക്ക് പോകാം. ഇന്ന് പണിപ്പുര ടാസ്കിൻ്റെ കാര്യം കൂടി ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതും ഞാൻ പറയാം. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ലൈവ് നോക്കുമ്പോഴത്തേക്കിനും കാണുന്നത് അനീഷും അനുവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്ക് നടക്കുന്നുണ്ട്. അതായത് അനീഷ് പറയുന്നുണ്ട്, എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അവർ ബാക്കിയുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അനു ചാർജ് അവൻ്റെ മൈക്ക് കറക്റ്റായിട്ട് ചാർജ് ബാറ്ററി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു ഇഷ്യൂ വന്നിട്ടുള്ളത്. അതിൽ അനുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അനീഷ് പറയുന്നുണ്ട്, ആകാശത്ത് നിൽക്കാതെ നിലത്തേക്ക് വന്ന് നിൽക്കാൻ. അപ്പം ഞാനങ്ങ് മേളിലേക്കൊന്നും പോയി നിന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അനീഷും അനുവുമായിട്ട് ഭയങ്കര തർക്കം നടക്കുകയായിരുന്നു. താനെന്നും എടോന്നും ഒക്കെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തർക്കം മാത്രമേ ഉള്ളൂ. ഇവരൊരു ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഒന്നും ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളും നടക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അനുവിൻ്റെ അടുത്ത് നിന്ന് നേരെ രേണുവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. രേണു അങ്ങോട്ട് നിന്ന് ചെറുതായിട്ട് കണ്ണടച്ചപ്പോഴത്തേക്കിന് ഉറങ്ങായിരുന്നില്ല, ജസ്റ്റ് കണ്ണടയ്ക്കുക ചെയ്തത്. ഉറങ്ങരുതെന്നുള്ള രീതി എന്തിന് കണ്ണടച്ചു, രേണു എന്തിന് കണ്ണടച്ചു എന്നുള്ള തർക്കത്തിൽ രേണുവിനോടൊരു അങ്ങനെ തർക്കം വേണം. അപ്പോൾ രേണു ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രേണുവിനെ അനീഷ് വിളിക്കുന്നുണ്ടായിരുന്നു റെനു എന്ന്. അപ്പോൾ പറഞ്ഞു റെനു എന്നല്ല രേണു എന്ന്. അപ്പോൾ എല്ലാവരും കൂടി രേണുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അനീഷിനെ മിക്കവർക്കും കണ്ടുകൂടാത്തത് കൊണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, അനീഷിനെ സപ്പോർട്ട് ചെയ്ത് രേണുവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കിനും സപ്പോർട്ട് ചെയ്ത് രേണുവിൻ്റെ ഭാഗത്തേക്ക്. രേണു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, താൻ എന്തോടോ ഇങ്ങനെ അങ്ങനെ റേനു എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. റേനു എന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇറിറ്റേറ്റ് ആവുന്നു, അങ്ങനെ എന്നെ വിളിക്കേണ്ട, അപ്പം റേനു മോളെ എന്ന് വിളിക്കുന്നു. അപ്പം ഉടനെ തന്നെ രേണു പറയുക, എന്നെ കോൾ മീ രേണു സുധി. അപ്പോഴത്തേക്കിനും എടുത്ത വായില് അനീഷ് ചോദിക്കുക, ആരാണ് സുധി ആരാ എന്ന്. അത് ഇത്രയും കോൺട്രവേഴ്സി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അനീഷിന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അനീഷ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണം. പക്ഷെ ബിഗ് ബോസിൽ 3 വർഷമായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച് ജോലിയൊക്കെ വിട്ടൊരു വ്യക്തി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കള്ളത്തരമാണ്. അപ്പോൾ സുധി അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കൂടെ നിന്നവരെല്ലാം തിരിഞ്ഞു. അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ മരിച്ചവരെ ഒന്നും പറയേണ്ട കാര്യം തനിക്കില്ല, അത് തെറ്റായ കാര്യമാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഒത്തുകൊടുത്തി. പക്ഷേ അനീഷിൻ്റെ വായിന്ന് അറിയാതെ അതങ്ങ് പോവുകയും ചെയ്തു. അതിലെല്ലാവരും കയറി പിടിച്ചു. അപ്പോൾ അനീഷ് ഒന്ന് ഒതുങ്ങി. അപ്പോൾ ഇതാണ് നടന്നത്. പിന്നീട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എന്താ പറയുക, ഇതിൽ മീറ്റിങ്ങിലേക്ക് വിളിച്ച് എല്ലാവരും കൂടെ ലിവിങ് റൂമിലിരിക്കുമ്പോഴത്തേക്കിന് നേരെ ആര്യൻ്റെ അടുത്തേക്ക്. അതെന്ത് ടോക്കായിരുന്നു സ്റ്റാർട്ടിങ് അറിയില്ല, പക്ഷേ പുള്ളി വേറൊരു കാർഡ് ഇറക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. അതായത് പുള്ളി കോമണറാണ്, സാധാരണക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, നീ നിന്റെ കാശും കാര്യങ്ങളൊക്കെ കൈ വെച്ചാൽ നിനക്ക് മൂന്നാറിൽ റിസോർട്ട് ഉണ്ടായിരിക്കും, നീ പണക്കാരനായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, നിനക്ക് ഒരുപാട് പണം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട ഒരു കാർഡ് അവിടെ ഇറക്കാൻ നോക്കി. പക്ഷെ അതും പൊളിച്ചടുക്കി എല്ലാവരും കയ്യിലേക്ക് കൊടുത്തു. അനീഷ് എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ ഓരോരോ ടോപ്പിക് എടുത്ത് രാവിലെ തന്നെ ഇടുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് ക്ലിക്കായി വരാൻ ആരും സമ്മതിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അനീഷിന്റെ കളി മനസ്സിലായിട്ടുണ്ട്. ആരും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുന്നൊന്നുമില്ല. അപ്പം ഡോസ് കൊടുത്ത് അപ്പം താഴത്തേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി അനീഷ് മാറ്റിയാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഒരു ഇതില്ല, നമുക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് ചില സമയത്ത്. എനിക്ക് തന്നെ തോന്നും ഇതെന്ത് തേങ്ങയായി കാണിക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അതും അവിടെ വെച്ച് പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പണിപ്പുര ടാസ്കിന്റെ കാര്യങ്ങളെക്കുറിച്ച്. അതായത് പണിപ്പുരയുടെ സെക്കൻഡ് എൻട്രി, ഫസ്റ്റ് എൻട്രി കഴിഞ്ഞു, അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഇതിലെല്ലാം മത്സരിച്ച് അൻവർ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഇത് 5ാമത്തെ ദിവസത്തെ കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ആ വീട്ടിൽ ഫുഡൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ആട്ടയോ റൈസോ ഒന്നുമില്ല, ആകെ കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ബിന്നി ഇടയ്ക്ക് പറയുന്നുണ്ട്, ആക്ച്വലി ഡ്രസ്സ് ഇല്ലാതെ വേണമെങ്കിൽ നടക്കാം, പക്ഷെ ഉള്ള ഡ്രസ്സ് ഇട്ട് പട്ടിണി ഇല്ലാതെ കിടക്കുന്നതാണ് നല്ലതെന്ന് ബിന്നി ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ബർ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ബിന്നി മാത്രമല്ല എല്ലാവരും അത് പറയുന്നുണ്ട്, പക്ഷേ ബിന്നി കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, എന്താണ് അക്ബർ സെലക്ട് ചെയ്ത് എടുക്കാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഞാൻ ഫുഡ് ഐറ്റംസാണ് എടുക്കുന്നത്, എൻ്റെ ഒരു കാര്യങ്ങളും എടുക്കുന്നില്ല, പിന്നെ എടുക്കണം തോന്നിയ
അഭിലാഷിനൊരു സോക്സ് എടുക്കണം, കാരണം അഭിലാഷിൻ്റെ ഒരു കാലിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു സോക്സ് എടുക്കണം എന്നുണ്ട് പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെ ഈ ടാസ്കിന് കൊടുത്തേക്കുന്നത് 20 മിനിറ്റാണ്. ഇവർ ഇത്രയും ഗെയിം കളിച്ചിട്ടാണ് പണിപ്പുരയിലേക്ക് വീണ്ടും ഒരു ഗെയിമോട് കൂടിയേ ഇവർക്ക് കയറി എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ചെന്നിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ 20 മിനിറ്റ്സിൽ എന്ത് ചെയ്യുക, നമ്മുടെ അക്ബർ അകത്തേക്ക് കയറുക, ബസർ അടിക്കുമ്പോൾ അകത്തേക്ക് കയറുക, അതിൽ കിട്ടുന്ന പിങ്ക് കളറിലാണ് ഫുഡ് ഇരിക്കുന്നത്. അപ്പോൾ ഫുഡാണ് എടുക്കുന്നതെന്നുള്ളത് അക്ബർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ നിന്നിരിക്കുന്ന സാധനങ്ങൾ ഈ ബസർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി വരിക. അപ്പോൾ ഇവരെല്ലാം പ്ലാൻ ചെയ്തു കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളത്. അങ്ങനെ ഒരു പോളിത്തീൻ കവർ, മറ്റേ വേസ്റ്റ് ഇടുന്ന കവറൊക്കെ ആയിട്ട് അക്ബർ പോകുന്നു. പക്ഷെ അത് പുറത്തേക്ക് കളയാൻ ബിഗ് ബോസ് പറയുന്നു. അക്ബർ എന്ത് ചെയ്തു, എടുത്ത് എങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ, അതുപോലും പറ്റുന്നില്ല എന്നുള്ളൊരു അമർഷത്തോടു കൂടി എടുത്ത് കളയുകയും പിന്നീട് ബസറടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആറ് പിങ്കിന്റെ പെട്ടി എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക്. പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ റിസ്ക് എടുത്ത് കളിക്കാൻ അക്ബറിന് തോന്നിയില്ല, കാരണം ആദ്യത്തെ വട്ടം ഒരു അബദ്ധം പറ്റിയതാണല്ലോ, ഇനിയും പറ്റരുതെന്ന് വെച്ചിട്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിലേക്ക് വന്ന് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. ഫുഡ് ഐറ്റംസ് ആണ് എടുത്തത്. പക്ഷെ ഇവർക്കുള്ള പോയിന്റ് 500 പക്ഷെ ഇവര് ടോട്ടൽ എടുത്തിരിക്കുന്നത് 690 പോയിന്റ്സിനുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താ ചെയ്യുക, തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് അവിടെയും ഒരു സാധനം ഇറക്കി. അതായത് അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു അക്ബറിന് എത്ര ഇതുണ്ടെന്നുള്ളത് നോക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ 500 പോയിന്റ്സിൽ 690 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അനീഷ് ഉടനെ പറയുക, ബിഗ് ബോസ് എങ്കിൽ മൊത്തത്തിൽ തിരിച്ചെടുത്തോളാം. അത്രയും പട്ടിണിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ക്യാപ്റ്റനിൽ നിൽക്കുകയാണ് പുള്ളി ഇപ്പോഴും. ആ സമയത്തും പുള്ളി പറയുന്നത് ഇത് മൊത്തത്തിൽ തിരിച്ചെടുത്തോന്ന്. ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് അവര്. പുള്ളി അതുപോലും ചിന്തിക്കുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരു ക്യാപ്റ്റനാണ്, അവരയാൾ ആ വീട്ടിൽ നിൽക്കുന്നതാണ്, ഇതൊരു ഗെയിമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ പുള്ളി എടുത്തൊരു തീരുമാനം എല്ലാവരും കൂടി പുള്ളിയെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഭയങ്കരമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ബാക്കി വന്ന് അപ്പം വീണ്ടും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ളൊരു തർക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെജ് ബർഗർ എടുത്തു, കാരണം ശൈത്യയും നമ്മുടെ ജിസയിലും പ്യുവർ വെജാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് അക്ബർ എല്ലാവരുടെയും തീരുമാനത്തിന് വിട്ട് ഒരു നല്ലൊരു രീതിയിൽ തന്നെ അത് ചെയ്തു. വേണ്ടാത്ത 2 ഐറ്റംസ് കൊടുത്തിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അക്ബറിന്റെ ഈ ഒരു മൂവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും ഇത് നോക്കി പുള്ളിയുടെ ഇത് നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ എല്ലാവരുടെയും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അക്ബറിന് ചൂസ് ചെയ്യാൻ ഏത് കൊടുക്കണമെന്ന്. പക്ഷെ അപ്പോഴും അക്ബർ എല്ലാവരെയും നോക്കിയിട്ട് അക്ബർ കറക്റ്റായിട്ട് തന്നെയാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ടാസ്കിൽ കളിച്ചതും അക്ബർ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളും അക്ബർ കളിച്ചെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്തു, ആ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടുത്ത് വന്നിട്ട് ഒനിയിലും രേണയായിട്ടുള്ള ഇഷ്യൂ, അത് നല്ല പ്രൊമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയ ഇഷ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരു കുട്ടികളായിട്ട് കണ്ടാൽ മതി. കാരണം ഒനിയിലിൻ്റെ ഒക്കെ കിച്ചണിൻ്റെ സൈഡിൽ പോയി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണ. ഇനി അത് തന്നെയാണോ കാണിച്ചതെന്ന് അറിയത്തില്ല. പക്ഷേ രേണ കരയുകയൊക്കെ ചെയ്തു. ഒനിയിൽ കുറേ പറഞ്ഞു ജെൻസി 2K കിഡ് വിവരമില്ലായ്മ, നീ ഇവരെ സിർലാക്ക് കുടിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി. ഇതിന്റെ തുടക്കം എന്താ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ മാറി നിൽക്ക് തുപ്പൽ തെറിക്കുമെന്ന് ഒനിയിൽ പറഞ്ഞപ്പോഴത്തേക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിലുണ്ടായ തർക്കമാണ്. എന്തായാലും അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. അവസാനം കരഞ്ഞു മെഴുകി, അത് അങ്ങനെ ഒരു ഇഷ്യൂ. അപ്പോൾ അത് സിമ്പിൾ കാര്യമാണ്, അത് വലിയ കാര്യമില്ല. അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്, പക്ഷെ അത് അത്ര ഏറ്റിട്ടുണ്ടായിരുന്നില്ല. ഇനി മെയിനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നത് രേണുവിന് ലക്ഷ്മി നക്ഷത്രം കൊണ്ടുകൊടുത്തിരുന്ന പെർഫ്യൂം ഉണ്ടായിരുന്നല്ലോ. ആ പെർഫ്യൂം അതിനെക്കുറിച്ച് രേണു സംസാരിക്കുന്നുണ്ട്. അപ്പം ഷാനവാസൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ നൂറയുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് ഒരിക്കലും എനിക്ക് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല. ഞാൻ എൻ്റെ സുധിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ആ പെർഫ്യൂം അവിടെ ദുബായിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് സ്മെല്ല് ചെയ്യും. അത് ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ വിയർപ്പിൻ്റെ സ്മെല്ലാണ്, അതിന് നാറ്റാണുള്ളത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ അന്ന് പറഞ്ഞ ആ നാറ്റം എന്നുള്ള സാധനമാണ് ഭയങ്കര ഇതായിട്ടിരുന്നത്. ഓക്കെ, മണം എന്ന് പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് വിളിക്കാനായാലും പോകാനായാലും നിങ്ങൾ എവിടെ പോയാലും തിരിച്ചെപ്പോൾ എത്തും, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായാലും ഒരാളുണ്ട്. അയാൾ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം തോന്നുമ്പോൾ ഞാനതെടുത്ത് സ്മെല്ല് ചെയ്യും. അടിച്ചുകൊണ്ടൊന്നും നടക്കത്തില്ല, അടിക്കാൻ പറ്റിയതല്ലെന്ന് ഓൾറെഡി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തീർന്നു പോകും എന്നുള്ള ഒരു സാധനം അവിടെ സംസാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്താണെന്ന് അറിയത്തില്ല. അടുത്ത ഇഷ്യൂ വന്നിട്ട്
ആര്യനും അനുവും തങ്ങളി. ആര്യൻ എന്തോ തമാശയ്ക്ക് പറഞ്ഞു, അനുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ള സംസാരത്തിൽ അനു പറയുന്നു, നീ എൻ്റെ അടുത്ത് കാണിച്ചത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, നീ എന്താ കാണിച്ചതെന്ന് നിനക്കറിയോ, നിന്റെ ഏജിനൊത്തുള്ള കളി കളിക്ക്, നീ എത്ര വയസ്സുള്ളതെന്നറിയോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരും സമാസമോ ഇവരുടെ ഏജോ കാര്യങ്ങളോ ജെൻഡറോ ഒന്നും തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നൊരു കാര്യമല്ല. എനിക്ക് മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്ത് ഇത് പകൽ സമയമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ശബ്ദം കേൾക്കാം. ഞാൻ ആവശ്യത്തിലധികം വോയിസ് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇന്നലെ ആര്യൻ കാണിച്ചത്? ആര്യൻ മിഡിൽ ഫിംഗർ കാണിച്ചു, തമാശയ്ക്ക് കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഏതർത്ഥത്തിലാണ് കാണിച്ചതെന്ന് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് അനു അത് അന്നേരം പറഞ്ഞില്ല? അതെനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ അനു ആക്ച്വലി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വിട്ട് കളയേണ്ട കാര്യങ്ങളൊന്നും അല്ല ഈ മിഡിൽ ഫിംഗർ കാണിക്കൽ കാര്യങ്ങൾ. തമാശക്കാണെങ്കിൽ ഓക്കെ, അത് അവർ അത്രയും ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, അത് വിട്ട് കളയാം. പക്ഷേ ഇത് വേറൊരു പ്രശ്നം വരുമ്പോൾ എടുത്തിടേണ്ട കാര്യമില്ല. പക്ഷേ ആര്യൻ കാണിച്ച ആ ജസ്റ്റർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നത് കാണിക്കേണ്ടതല്ല. കാരണം അത്രയ്ക്ക് വലിയ അറ്റാച്ച്മെന്റ് ആവേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, ആവാനുള്ള സമയവും ആയിട്ടില്ല. ഇനി അത്രയും സമയത്തിനുള്ളിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ജസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ല. അത് മിഡിൽ ഫിംഗർ മാത്രമല്ല, വേറെ എന്തോ ഒരു ഗോഷ്ടി കൂടെ കാണിച്ചിട്ടാണ് മിഡിൽ ഫിംഗർ കാണിക്കുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അനു പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് അനുവിൻ്റെ മിസ്റ്റേക്ക്. അങ്ങനെ അനു ഇന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ ഇന്ന് രണയും അനു ഒക്കെ ഇന്ന് കരച്ചിലായിരുന്നു. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അവർ തന്നെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കരച്ചിലും വഴക്കും അതൊക്കെയായിരുന്നു. അപ്പോൾ പക്ഷേ ഇതേ കൂടാതെ തന്നെ മെയിനായിട്ട് ഇന്ന് ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജയിൽ നോമിനേഷൻ ഇന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും, കാരണം ലെങ്ത് കൂടുന്നുണ്ട്. ഇത് ജസ്റ്റ് കാഷ്വൽ ഇന്ന് നടന്ന ഒരു ഇൻസിഡൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.